നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈം ആരംഭിക്കുന്നു. ആദ്യം ഒളിക്യാമറ വിവാദത്തിൽ കോഴിക്കോട് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി MK രാഘവന്റെ മൊഴി അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തും. രാഘവനോട് ഹാജരാകാൻ പോലീസ് രേഖാമൂലം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഹാജരാകുമെന്നാണ് രാഘവൻ അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സനോജ് ചേരുന്നു. സനോജ്, മറ്റു വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? രഞ്ജിനി, രാവിലെ അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മൾ അല്പം മുമ്പ് അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ വർക്കിച്ചാണ് കേസ് അന്വേഷണം നടത്തുന്നത്. ഇദ്ദേഹം അല്പം മുമ്പ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ രാഘവന്റെ വീട്ടിലെത്തിയായിരിക്കും അദ്ദേഹം മൊഴി രേഖപ്പെടുത്തുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത് സംബന്ധിച്ച അല്പസമയത്തിനകം അതിനെ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ നൽകാൻ കഴിയും. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്ന്, രാഘവൻ നൽകിയ പരാതിയിൽ ഈ ഒളിക്യാമറ വിവാദം പുറത്തു വന്നതോടുകൂടി രാഘവൻ ഇതിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തണമെന്നും തന്റെ പൊതുപ്രവർത്തനത്തിന് ഇത് കളങ്കമായിട്ടുണ്ടോ എന്നും അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് രേഖാമൂലം ഒരു പരാതി പോലീസ് കമ്മീഷണർക്ക് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണവും ഒപ്പം ഈ വിഷയം അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു അന്വേഷണവുമാണ് നടക്കുന്നത്. ഈ അന്വേഷണം നടത്തുന്നത് അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ വാഹിദാണ്. ഇദ്ദേഹമാണ് ഇപ്പോൾ രാഘവന്റെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഘവനോട് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രേഖാമൂലം നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ആ നിർദ്ദേശം പാലിക്കാൻ രാഘവൻ തയ്യാറായില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും രണ്ടാമത് നോട്ടീസ് കൂടി നൽകുകയുണ്ടായി. ഇതിനെ തുടർന്ന് അന്വേഷണ സംഘവുമായി സഹകരിക്കാമെന്ന നിർദ്ദേശം രാഘവൻ നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. രഞ്ജിനി, ശരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ കൃത്യമായ ചിത്രം ഇന്നറിയാം. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി വൈകിട്ട് അവസാനിക്കും. ഈ മാസം 23-ന് നടക്കുന്ന വോട്ടെടുപ്പിനായി അവസാനവട്ട ഒരുക്കത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച നിശ്ചിത സമയത്തിനുള്ളിൽ സംസ്ഥാനത്ത് സമർപ്പിക്കപ്പെട്ടത് 303 നാമനിർദ്ദേശ പത്രികകളാണ്. സൂക്ഷ്മ പരിശോധനയിൽ ഇവയുടെ എണ്ണം 243 കുറഞ്ഞു. ഇന്നു വൈകിട്ട് വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയം. മുന്നണിയിലെ ധാരണകൾക്കനുസരിച്ച് ഡമ്മി സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കുന്നതോടെ എണ്ണം ഇനിയും കുറയും. ഇന്നു വൈകിട്ടോടെ സ്ഥാനാർത്ഥികളുടെ കൃത്യമായ ചിത്രം വ്യക്തമാകും. ചില പ്രധാന മണ്ഡലങ്ങളിൽ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഭീഷണി ഉയർത്തി അപരന്മാർ പത്രികകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇവരെ കണ്ടെത്തി നാമനിർദ്ദേശ പത്രികകൾ പിൻവലിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. ഏപ്രിൽ 23-ന് നടക്കുന്ന വോട്ടെടുപ്പിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുകയാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ആരോപിച്ചുള്ള നിരവധി പരാതികളാണ് കമ്മീഷന് മുന്നിലെത്തുന്നത്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കൊപ്പം ഇക്കാര്യങ്ങളിലും തീരുമാനമെടുക്കുകയെന്നത് കമ്മീഷന് വെല്ലുവിളിയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല വിഷയമുയർത്തി വോട്ട് ചോദിച്ച സംഭവത്തിൽ തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇന്ന് ജില്ലാ കളക്ടർക്ക് വിശദീകരണം നൽകും. വിശദീകരണം നൽകാൻ അനുവദിച്ച സമയപരിധി ഇന്ന് വൈകിട്ടാണ് അവസാനിക്കുക. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ല എന്നാണ് BJPയുടെ നിലപാട്. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ വിവാദ പ്രസംഗത്തെ തുടർന്ന് ഇന്നലെയാണ് സുരേഷ് ഗോപിക്ക് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ നോട്ടീസ് നൽകിയത്. 2 ദിവസത്തിനകം വിശദീകരണം നൽകാനും നിർദ്ദേശം നൽകി. കളക്ടർ നൽകിയ സമയപരിധി ഇന്ന് വൈകിട്ട് 7-ന് അവസാനിക്കും. സുരേഷ് ഗോപി നടത്തിയ പ്രസംഗം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും കണ്ടെത്തിയിരുന്നു. എന്നാൽ ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്നാണ് സുരേഷ് ഗോപിയുടെയും BJPയുടെയും വാദം. ഇക്കാര്യം വ്യക്തമാക്കി ഇന്ന് വിശദീകരണം നൽകിയേക്കും. അയ്യൻ എന്ന പദത്തിന്റെ അർത്ഥം ജ്യേഷ്ഠൻ എന്നാണെന്നും ശബരിമല മതത്തെയോ ജാതിയെയോ സൂചിപ്പിക്കുന്നതല്ലെന്നുമാണ് മറുപടി നൽകുക. അതൊക്കെ പാർട്ടി നോക്കിക്കോളും. എന്താ പറഞ്ഞതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതവിടെ ബോധ്യപ്പെടുത്തും. ആ നോട്ടീസിന് മറുപടി കൊടുക്കും. അതിൽ കൂടെ എന്റെ അയ്യന്റെ അർത്ഥം എന്താണെന്നൊന്ന് പരിശോധിച്ചോളൂ. സുരേഷ് ഗോപി ചട്ടം ലംഘിച്ചതായുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുടെ പ്രസ്താവന ഹിഡൻ അജണ്ടയുടെ ഭാഗമാണെന്നാണ് BJPയുടെ ആരോപണം. തൃശൂർ ജില്ലാ കളക്ടർ TV അനുപമയ്ക്കെതിരെയും BJP രംഗത്ത് വന്നിരുന്നു. ന്യൂസ് 18 തൃശൂർ. തൃശൂരിൽ ശബരിമല വിഷയമുയർത്തി അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിച്ചാണ് സുരേഷ് ഗോപി പുലിവാല് പിടിച്ചത്. പ്രസംഗം പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് കാട്ടി കളക്ടർ വിശദീകരണം തേടിയതോടെ BJP നേതാക്കൾ നടനെ പിന്തുണച്ചും കളക്ടർക്കെതിരുമായി രംഗത്തെത്തി. പെരുമാറ്റച്ചട്ടം ലംഘിച്ചില്ല എന്നാണ് സുരേഷ് ഗോപിയുടെയും പാർട്ടിയുടെയും നിലപാട്. ഇതോടെ സുരേഷ് ഗോപി ചട്ടം ലംഘിച്ചോ എന്ന ചോദ്യം കൂടുതൽ പ്രസക്തമാവുകയാണ്. സുരേഷ് ഗോപി ചട്ടം ലംഘിച്ചു. വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 661 5881. 7:30 മുതൽ പ്രേക്ഷകർക്കും വിളിച്ചു തുടങ്ങാം. ചോദ്യം ഒരിക്കൽ കൂടി, സുരേഷ് ഗോപി ചട്ടം ലംഘിച്ചു.
തെരഞ്ഞെടുപ്പിനുള്ള BJP പ്രകടന പത്രിക ഇന്ന് പുറത്തിറങ്ങും. വികസനം, ദേശീയത, ഹിന്ദുത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയുള്ളതാവും പ്രകടന പത്രികയെന്നാണ് സൂചന. ശപഥ് പത്ര എന്നാണ് പ്രകടന പത്രികയ്ക്ക് നൽകിയിരിക്കുന്ന പേര്. ദരിദ്ര കുടുംബങ്ങൾക്ക് പ്രതിമാസം 6000 രൂപ ഉറപ്പുവരുത്തുന്ന കോൺഗ്രസിന്റെ ന്യായ് പദ്ധതിക്ക് BJPയുടെ മറുപടി എന്താകും? ഏക് ബാർ ഭി മോദി മുദ്രാവാക്യമുയർത്തി അധികാര തുടർച്ചയ്ക്ക് ശ്രമിക്കുന്ന BJPയുടെ ശപഥ് പത്രത്തിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും? വികസനത്തിനും ദേശീയതയ്ക്കും ഹിന്ദുത്വത്തിനും ആയിരിക്കും പ്രകടന പത്രികയിൽ പ്രാമുഖ്യമെന്നാണ് സൂചന. കഴിഞ്ഞ 5 വർഷം നടപ്പിലാക്കിയ പദ്ധതികളും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളും ഉൾപ്പെടുത്തിയാണ് പത്രിക പുറത്തിറക്കുക. രാമക്ഷേത്ര നിർമ്മാണം, അയോധ്യ, കാശി, മധുര ഇടനാഴികൾ ഏറ്റവും പ്രധാന വാഗ്ദാനങ്ങളായേക്കും. കർഷകരുടെ വരുമാനം 2020ഓടെ ഇരട്ടിയാക്കുക, തീവ്രവാദ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുക, തൊഴിലില്ലായ്മയ്ക്ക് ശാശ്വത പരിഹാരം, പ്രത്യേക തൊഴിൽ മന്ത്രാലയം രൂപീകരിക്കൽ എന്നിവയും പ്രകടന പത്രിക ഉറപ്പു നൽകും. കഴിഞ്ഞ തവണ വാഗ്ദാനം ചെയ്ത 550 കാര്യങ്ങളിൽ 520 നടപ്പിലാക്കിയതായി BJP അവകാശപ്പെടുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ 20-അംഗ സമിതിയാണ് പ്രകടന പത്രികയ്ക്ക് രൂപം നൽകിയത്. മന്ത്രിസഭയിൽ 15% സ്ത്രീ പ്രാതിനിധ്യം അടക്കം വനിതാ വിഭാഗത്തിന്റെ നിർദ്ദേശങ്ങളും പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സൂചന. ഗംഗ ഉൾപ്പെടെ നദീജല ശുദ്ധീകരണത്തിനും പ്രത്യേക പദ്ധതിയുണ്ടാകും. ഭീകരശക്തികൾക്കെതിരായ നിലപാടും പ്രകടന പത്രികയുടെ ഭാഗമായേക്കും. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. കോൺഗ്രസിന്റെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രകടന പത്രികകളും വാഗ്ദാനങ്ങളും ഒക്കെ പുറത്തിറങ്ങി ഒരാഴ്ച പിന്നിടുമ്പോഴാണ് BJPയുടെ പ്രകടന പത്രിക ഇറങ്ങുന്നത്. വികസനവും ദേശീയതയും ഹിന്ദുത്വവാദവും ഒക്കെ തന്നെയാകും പത്രികയിലെ ഘടകങ്ങളെന്നാണ് സൂചന. ഒപ്പം 5 വർഷത്തിനിടെ നടത്തിയ 550 വാഗ്ദാനങ്ങളിൽ 520 പൂർത്തിയാക്കാൻ സാധിച്ചു എന്നത് നേട്ടമായും ശപഥ് പത്ര എന്ന പേരിൽ ഇറക്കുന്ന പ്രകടന പത്രികയിലുണ്ടാകും. കോൺഗ്രസിന്റെ ന്യായ് പദ്ധതിയെ അടക്കം കടന്നാക്രമിച്ച് BJPയുടെ പ്രകടന പത്രികയിലെ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാകുമെന്നാണ് ദേശീയ രാഷ്ട്രീയം ഇന്ന് ഉറ്റുനോക്കുന്നത്. എന്തൊക്കെയായിരിക്കും BJPയുടെ പ്രഖ്യാപനങ്ങൾ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50% VVPAT രസീതുകൾ എണ്ണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഉൾപ്പെടെ 21 പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. 50% VVPAT രസീതുകൾ എണ്ണിത്തീർക്കാൻ കുറഞ്ഞത് 6 ദിവസം വേണ്ടിവരുമെന്നാണ് നിലവിലെ രീതിയാണ് പ്രായോഗികമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട്. അതേസമയം വോട്ടെണ്ണൽ നീണ്ടാലും 50% VVPATകൾ എണ്ണണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട്. 33% VVPAT രസീതുകൾ എണ്ണാൻ ഒരു ദിവസവും 8 മണിക്കൂർ മതിയെന്നും പ്രതിപക്ഷം വാദിക്കുന്നു. ഇരട്ടി ആളുകളെ ചുമതലപ്പെടുത്തിയാൽ 2.5 ദിവസം കൊണ്ട് 50% രസീതുകൾ എണ്ണിത്തീർക്കാമെന്നും പ്രതിപക്ഷം വാദിക്കുന്നു. ലോകവാർത്തകൾ. അമേരിക്കൻ ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറി കിർസ്റ്റജർ നിൽസനെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറ്റി. കസ്റ്റംസ് ആൻഡ് ബോർഡർ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ കമ്മീഷണർ കെവിൻ മക്കിലിനാണ് പുതിയ സെക്രട്ടറി. ട്രംപ് ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. മെക്സിക്കൻ അതിർത്തിയിൽ മതിൽ നിർമ്മിക്കാനുള്ള ട്രംപിന്റെ പദ്ധതിയെ എതിർത്ത് രംഗത്ത് വന്ന നിൽസനെ മാറ്റിയേക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തെക്കൻ അതിർത്തി മേഖലയിലെ സന്ദർശനം പൂർത്തിയാക്കിയ ഉടനെയാണ് ട്രംപ് ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറിയെ മാറ്റി നിയമിച്ചത്. ഒരിടവേളയ്ക്ക് ശേഷം ലിബിയയിൽ ആഭ്യന്തര കലാപം വീണ്ടും ശക്തമായി. തലസ്ഥാനമായ ട്രിപ്പോളി പിടിച്ചെടുക്കാൻ ലക്ഷ്യമിട്ട വിമത നേതാവ് ജനറൽ ഖലീഫ ഹഫ്താറിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം രംഗത്ത് വന്നതോടെയാണ് സംഘർഷം രൂക്ഷമായത്. പ്രധാനമന്ത്രി ഫായിസ് അൽ സിറാജിന് പിന്തുണ നൽകുന്ന UN സൈന്യം വിമതരെ ലക്ഷ്യമിട്ട് ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. 21 പേർ ഇതുവരെ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. 14 യുദ്ധവിമാനങ്ങൾ ലബനീസ് സൈന്യം വെടിവെച്ച് വീഴ്ത്തിയതായി വിമതർ ആരോപിച്ചു. പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാൻ 2 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതും ലംഘിക്കപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടമായ മിഷൻ ശക്തിയുടെ ദൃശ്യങ്ങൾ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടു. ഉപഗ്രഹവേദ മിസൈൽ ബഹിരാകാശത്ത് വെച്ച് ഇന്ത്യയുടെ തന്നെ ഉപഗ്രഹത്തെ തകർക്കുന്നതാണ് ദൃശ്യങ്ങൾ. DRDO നിർമ്മിച്ച ബാലിസ്റ്റിക് മിസൈൽ ഒഡീഷയിലെ APJ അബ്ദുൽ കലാം ദ്വീപിൽ സജ്ജീകരിച്ച വിക്ഷേപണ തറയിൽ നിന്നുമാണ് പറന്നുയർന്നത്. ഭൗമോപരിതലത്തിൽ നിന്നും 300 കിലോമീറ്റർ ഉയരത്തിലുള്ള ഉപഗ്രഹത്തെ 3 മിനിറ്റിനുള്ളിൽ മിസൈൽ തകർത്തു. ഉപഗ്രഹത്തിന്റെ സഞ്ചാരപഥം റഡാർ ഉപയോഗിച്ച് മനസ്സിലാക്കിയ ശേഷമായിരുന്നു ആക്രമണം. ഗ്രാഫിക്സിന്റെ കൂടി സഹായത്തോടെയാണ് DRDO ദൃശ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്.
ശാരദ ചിട്ടിത്തട്ടിപ്പ് കേസിൽ മുൻ കൊൽക്കത്ത കമ്മീഷണർ രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ അനുമതി തേടി സിബിഐ നൽകിയ അപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഫെബ്രുവരി 5-ന് പുറത്തിറക്കിയ ഉത്തരവിൽ രാജീവ് കുമാറിന്റെ അറസ്റ്റ് സുപ്രീംകോടതി തടഞ്ഞിരുന്നു. ഈ ഉത്തരവ് ഭേദഗതി ചെയ്യണമെന്നാണ് സിബിഐയുടെ ആവശ്യം. കേസുമായി ബന്ധപ്പെട്ട ഫോൺ രേഖകൾ അടക്കമുള്ള സുപ്രധാന തെളിവുകൾ രാജീവ് കുമാർ നശിപ്പിച്ചുവെന്നാണ് സിബിഐ ആരോപണം. ഇക്കാര്യം വ്യക്തമാക്കി സിബിഐ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. നടിയെ ആക്രമിച്ച കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നടൻ ദിലീപ് നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ഇതേ ആവശ്യം നേരത്തെ സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. സത്യം പുറത്തുവരാൻ കേരള പോലീസിന് പുറത്തുള്ള സംഘം കേസ് അന്വേഷിക്കണമെന്നാണ് ദിലീപിന്റെ ആവശ്യം. കേരള പോലീസിന്റെ അന്വേഷണം നിഷ്പക്ഷമായിരുന്നില്ല എന്നും ഹർജിയിൽ പറയുന്നു. കേസിൽ 11ാം പ്രതിയാണ് ദിലീപ്. പ്രതിപക്ഷം ഉന്നയിച്ച കിഫ്ബി ബോണ്ട് വിവാദത്തെ പ്രതിരോധിക്കാൻ ഉറച്ച് സർക്കാരും മുന്നണിയും. സംസ്ഥാനത്തിന്റെ വികസന നീക്കങ്ങൾക്ക് പ്രതിപക്ഷം തുരങ്കം വെക്കുകയാണ് എന്നാണ് ആരോപണങ്ങൾക്ക് സർക്കാരിന്റെ മറുപടി. അതേസമയം പരമാവധി തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ബോണ്ട് ആരോപണം ഉന്നയിക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം. ലാവ്ലിൻ കമ്പനിയുടെ പേര് പരാമർശിച്ചുകൊണ്ടുള്ള കിഫ്ബി ബോർഡ് വിവാദത്തിന് ഇരുതല മൂർച്ചയുണ്ടെന്നാണ് പ്രതിപക്ഷത്തെ വിലയിരുത്തൽ. വീണ്ടും ലാവ്ലിൻ പേര് ഉയർത്തിക്കൊണ്ടുവരുന്നതിനൊപ്പം മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള രാഷ്ട്രീയ നീക്കത്തിനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത്. എന്നാൽ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ഉറച്ചുതന്നെയാണ് സർക്കാർ. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് ആദ്യം ചെവി കൊടുക്കാതിരുന്ന ഇടതു നേതാക്കൾ ശക്തമായി പ്രതികരിച്ചു തുടങ്ങി. സംസ്ഥാന വികസനത്തിന് പണം കണ്ടെത്താനുള്ള നീക്കത്തെ പ്രതിപക്ഷ നേതാവ് തുരങ്കം വെക്കുന്നു എന്നാണ് മറുപടി. കനേഡിയൻ പെൻഷൻ ഫണ്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തികളല്ല, സ്വകാര്യ കമ്പനിയുമല്ല, അവിടുത്തെ ഗവൺമെന്റതാണ്. അവരുടെ നിക്ഷേപം അനേകം രാജ്യങ്ങളിലുണ്ട്, നമ്മുടെ രാജ്യത്തുമുണ്ട് വലിയ നിക്ഷേപം. എന്നിട്ടാണ് അതിനെ ആക്ഷേപിക്കാൻ പുറപ്പെടുന്നത്. അതേസമയം പരമാവധി തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ കിഫ്ബി ബോർഡ് വിവാദം ചർച്ചയാക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രതിപക്ഷം. തുടർച്ചയായി വാർത്താ സമ്മേളനം നടത്തി വിഷയം സജീവമാക്കി നിർത്താനാണ് പ്രതിപക്ഷ നീക്കം. കിഫ്ബി ബോർഡ് വിവാദം സജീവമായതോടെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ വിവാദം സംബന്ധിച്ച് വിശദീകരണം നടത്തേണ്ടത് ഇടതുമുന്നണി നേതാക്കളുടെ ബാധ്യതയായി. ന്യൂസ് 18 തിരുവനന്തപുരം. മെഡിക്കൽ കോഴ ആരോപണത്തിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം സർക്കാർ പ്രതിപക്ഷ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് ബി.ജെ.പി. ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും ബി.ജെ.പി. നേതാക്കൾ വ്യക്തമാക്കി. മെഡിക്കൽ കോഴ ആരോപണം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നാണ് ബി.ജെ.പി. വാദം. പ്രതിപക്ഷ നേതാവിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചത് ഇതിന്റെ ഭാഗമാണെന്നും പാർട്ടി നേതൃത്വം ആരോപിക്കുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിലടക്കം ബി.ജെ.പിയുടെ മുന്നേറ്റത്തെ തടയാനുള്ള നീക്കമായാണ് അവർ ഇതിനെ വിലയിരുത്തുന്നത്. പോലീസ് അന്വേഷിച്ചു, യാതൊരു തെളിവും അവർ കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നെ എന്തിനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അത് ഈ സമയത്ത് ഒരു വലിയൊരു അഴിമതി ആരോപണത്തിൻ്റെ പുകമറ സൃഷ്ടിക്കാനുള്ള മാർക്സിസ്റ്റ് പ്രതിപക്ഷ കക്ഷികളുടെ ഗൂഢതന്ത്രം. വിജിലൻസ് അടക്കം നേരത്തെ കേസ് അന്വേഷിച്ചിരുന്നു. പരാതിക്കാരില്ലാത്ത ആരോപണം അന്വേഷിക്കാനാവില്ലെന്ന നിലപാടാണ് അന്നെടുത്തത്. സർക്കാരിന്റെ ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും എം.എസ്. കുമാർ വ്യക്തമാക്കി. ഏതൊരു ആരോപണം ആരന്വേഷിക്കുന്നതുകൊണ്ടും ബി.ജെ.പിക്ക് ഒന്നുമില്ല. പക്ഷേ ഇതിനൊരു ആരോപണം ഉന്നയിച്ച ആളുണ്ടാകണ്ടേ, എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടാകണ്ടേ. ഇത് യാതൊന്നുമില്ല എന്ന് നിരവധി അന്വേഷണങ്ങളിൽ കൂടി ബോധ്യപ്പെട്ടതാണ്. അതേസമയം അന്വേഷണം ഊർജിതമാക്കാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. വരും ദിവസങ്ങളിൽ ബി.ജെ.പി. നേതാക്കളടക്കമുള്ളവരെ ചോദ്യം ചെയ്യുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. ഒളിക്യാമറ വിവാദത്തിൽ അന്വേഷണ സംഘം എം.കെ. രാഘവന്റെ മൊഴിയെടുക്കുന്നു. വീട്ടിലെത്തിയാണ് മൊഴിയെടുക്കുന്നത്. വിവരങ്ങളുമായി സനോജ് ചേർന്നു. സനോജ്, ഏറ്റവും പുതിയ വിശദാംശങ്ങളൊക്കെ എങ്ങനെയാണ്? രഞ്ജിനി, അല്പം മുമ്പാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ വാഹിദ് രാഘവന്റെ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ സമീപമുള്ള വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ 6:20 അദ്ദേഹം അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും യാത്ര തിരിക്കുകയും അല്പം മുമ്പ് ഇവിടെ എത്തിച്ചേരുകയുമായിരുന്നു. അദ്ദേഹം ഇന്ന് 8 മണിയോടുകൂടി രാഘവന്റെ പ്രചരണ പരിപാടികൾ ആരംഭിക്കാനുണ്ട്. അതിനു മുന്നോടിയായി അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾക്ക് തടസ്സമുണ്ടാവാത്ത വിധത്തിൽ അതിരാവിലെ തന്നെ മൊഴി രേഖപ്പെടുത്തുവാൻ അന്വേഷണ സംഘം തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ മൊഴിയെടുക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പം മുമ്പ് കോഴിക്കോട് DCC പ്രസിഡന്റ് ടി സിദ്ദിഖും
അന്വേഷണ സംഘം എത്തിയ വിവരമറിഞ്ഞ് രാഘവൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള മൊഴിയെടുക്കൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 2 പ്രാവശ്യം രാഘവന് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം രേഖാമൂലം നിർദ്ദേശം നൽകിയിരുന്നു. ആദ്യം നിർദ്ദേശം നൽകിയെങ്കിലും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ മൂലം അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല എന്നാണ് നൽകിയ വിശദീകരണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു നോട്ടീസ് നൽകുകയാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം രാവിലെ സമയം അനുവദിക്കുകയും ആ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇപ്പോൾ എത്തിച്ചേരുകയും ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും. രഞ്ജനി, സരോജ, കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾ ഇപ്പോൾ എം കെ രാഘവന്റെ വസതിയിൽ എത്തിയിട്ടുണ്ടോ? ആരുടെയെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ ആരെങ്കിലും പ്രതികരണമൊക്കെ ലഭ്യമായിട്ടുണ്ടോ? നിലവിൽ പ്രതികരണങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും 5 മിനിറ്റ് മാത്രമാണ് ഇപ്പോൾ മൊഴിയെടുക്കൽ ആരംഭിച്ചിട്ടുള്ളത്. 5 മിനിറ്റ് മുമ്പാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇവിടെ എത്തിച്ചേർന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തിച്ചേർന്നതിനോടൻ തന്നെ അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാൻ തയ്യാറായി. ഒപ്പം നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി തന്നെ രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും അന്വേഷണ സംഘം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഒഴിവാക്കി തന്നെയാണ് അന്വേഷണ സംഘവുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണ സംഘം വന്നതിന് തൊട്ടു പിന്നാലെ, ഈ മൊഴിയെടുക്കൽ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ അല്പം മുമ്പ്, നിമിഷങ്ങൾ മുമ്പ് കോഴിക്കോട് DCC പ്രസിഡന്റ് ടി സിദ്ദിഖും ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും വരും നിമിഷങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാകും. രഞ്ജിനി, എന്തായാലും രാവിലെ തന്നെയാണ് അന്വേഷണ സംഘം മൊഴിയെടുക്കാൻ ഉൾപ്പെടെ എത്തിയിരിക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികളെല്ലാം അതേ രീതിയിൽ തന്നെയല്ലേ ഇന്ന് മുന്നോട്ട് പോകുന്നതും? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികൾ പതിവ് പോലെ തന്നെ ഇന്നും നടക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരണ പരിപാടികൾക്ക് തടസ്സമുണ്ടാവാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ആദ്യം വാക്കാൽ അന്വേഷണ സംഘം ഹാജരാകണമെന്നൊരു നിർദ്ദേശം നൽകി. എന്നാൽ അന്ന് ഹാജരാവാൻ കഴിഞ്ഞില്ല. അതിനുശേഷം രേഖാമൂലം അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്ന് നിർദ്ദേശം നൽകി. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലെ തിരക്ക് മൂലം അന്നും അദ്ദേഹത്തിന് ഹാജരാവാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിർദ്ദേശം നൽകുകയുണ്ടായി. ഈ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ പ്രചരണ പരിപാടികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി തന്നെ അന്വേഷണ സംഘവുമായി സഹകരിക്കാമെന്ന് അറിയിക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിലോ ഉചിതമായ ഏത് സ്ഥലത്തെങ്കിലും വെച്ച് മൊഴി രേഖപ്പെടുത്താമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ രാഘവൻ്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2 പരാതികളാണ് ഉള്ളത്. ഒന്ന്, ഈ സംഭവ വികാസം, അതായത് ഒളിക്യാമറ വിവാദം പുറത്തു വന്ന ഉടൻ തന്നെ അന്നു രാത്രിയിൽ തന്നെ അദ്ദേഹം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇതിൻ്റെ നിജസ്ഥിതി വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു രേഖാമൂലം പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണം ഷറഫുദ്ദീൻ, അതായത് അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണറായ ഷറഫുദ്ദീൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിയന്തരമായ റിപ്പോർട്ട്, അന്വേഷണ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അടിയന്തരമായ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണയുടെ ഒരു നിർദ്ദേശവുമുണ്ട്. ഈ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം നടത്തുന്നത് അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണറായ വാഹിദാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ രാഘവന്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രഞ്ജിനി, ശരി സനോജ, ഒളിക്യാമറ വിവാദത്തിൽ എം കെ രാഘവന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയാണ് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുന്നത്. കോൺഗ്രസ് കോഴിക്കോട് DCC പ്രസിഡന്റ് ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളാണ് സനോജ് കോഴിക്കോട് നിന്നും നൽകിയത്. സംസ്ഥാനത്ത് ചൂട് വീണ്ടും കൂടാൻ സാധ്യത. തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. സൂര്യാഘാത സൂര്യതാപ മുന്നറിയിപ്പ് തുടരും. തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലയിലാകും കൂടുതൽ ചൂട് അനുഭവപ്പെടുക. താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. വയനാട് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരി നിന്ന് 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയേക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 13 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തി കുറഞ്ഞ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സൂര്യാഘാത സൂര്യതാപ മുന്നറിയിപ്പും തുടരും. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയം പാലാ മാനത്തൂരിൽ നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ചു മറിഞ്ഞ് 5 പേർ മരിച്ചു. കടനാട് സ്വദേശികളായ യുവാക്കളാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അന്തിനാട് സ്വദേശി പ്രഭാതിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടനാട് സ്വദേശികളായ വിഷ്ണുരാജ്, ജോബിൻസ് കെ ജോർജ്, പ്രമോദ് സോമൻ, പിഴകു സ്വദേശി ഉല്ലാസ്, സുധി ജോർജ് എന്നിവരാണ് മരിച്ചത്. തൊടുപുഴ പാലാ പാതയിൽ മാനത്തൂർ കുരിശുപള്ളിക്ക് സമീപം വൈകിട്ട് 6:10 അപകടം. തൊടുപുഴ ഭാഗത്തു നിന്നും അമിത വേഗതയിൽ വന്ന കാർ ആദ്യം മതിലിൽ ഇടിച്ചു. തൊട്ടടുത്ത മരത്തിലും കടയിലും ഇടിച്ച ശേഷം കരണം മറിഞ്ഞ കാർ റോഡിലേക്ക് വീഴുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിൽ നിന്ന് തെറിച്ചു വീണ വിഷ്ണുരാജ്, ജോബിൻസ്, പ്രമോദ് എന്നിവർ തൽക്ഷണം മരിച്ചു.
മറ്റു 2 പേർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മരിച്ചത്. സംഘത്തിലുണ്ടായിരുന്ന പ്രഭാത് മെഡിക്കൽ കോളേജ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കാർ വെട്ടിപ്പൊളിച്ചാണ് ഉള്ളിലുള്ളവരെ പുറത്തെടുത്തത്. സംഘം സഞ്ചരിച്ചിരുന്ന കാർ മറ്റൊരു വാഹനവുമായി അമിത വേഗത്തിൽ മത്സരിച്ചു വരികയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വാഹനം ഇടിച്ചു കയറിയ കടയിൽ തിരക്കില്ലാതിരുന്നത് വൻ അപകടം ഒഴിവാക്കി. കടയ്ക്കും കടയോട് ചേർന്ന വീടിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തൊടുപുഴയിൽ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം തിരികെ വരികയായിരുന്നു കാറിലുണ്ടായിരുന്നവർ. ന്യൂസ് 18 കോട്ടയം. തിരുവനന്തപുരം ഭാഗത്ത് യുവാവിനെ ഇഷ്ടിക കൊണ്ട് തലക്കടിച്ചു കൊന്ന പ്രതി അറസ്റ്റിൽ. കംസൻ എന്ന ബിനുവിനെ കൊന്ന കേസിൽ വക്കം സ്വദേശി സന്തോഷ് കുമാറാണ് അറസ്റ്റിലായത്. ശനിയാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. വധശ്രമം അടക്കമുള്ള നിരവധി കേസുകളിൽ പ്രതികളാണ് ഇരുവരും. കടക്കാവൂർ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. മലപ്പുറം എടപ്പാളിൽ നാടോടി ബാലികയെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി സി രാഘവനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയിലാണ് രാഘവനെ ഹാജരാക്കുക. 10 വയസ്സുകാരെ ആക്രമിച്ചു മുറിവേൽപ്പിച്ചതിന് ജാമ്യമില്ലാ വകുപ്പുകൾ അനുസരിച്ചാണ് രാഘവനെതിരെ കേസെടുത്തിരിക്കുന്നത്. വട്ടംകുളം പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM ഏരിയ കമ്മിറ്റി അംഗവുമാണ് രാഘവൻ. ഇയാൾക്കെതിരെ പാർട്ടിതല നടപടികൾ ഉണ്ടാകില്ല എന്നാണ് സൂചന. തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനമേറ്റ് 7 വയസ്സുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കുട്ടിയുടെ അമ്മയുടെ കൌൺസിലിംഗ് തുടരുന്നു. കൌൺസിലിംഗിന് ശേഷം ഇവരെ രഹസ്യമൊഴിയെടുപ്പിന് വിധേയമാക്കും. ഇനിയും മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ദേശീയ ശ്രദ്ധ നേടിയ വയനാട്ടിൽ പ്രചാരണം കനത്തു. വീടുകൾ കയറിയുള്ള പ്രചാരണത്തിലാണ് UDF ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. രാഹുലിനെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങളുമായി LDFും NDAയും രംഗത്തുണ്ട്. പ്രചാരണം തുടങ്ങാൻ വൈകിയത് അതിവേഗം മറികടക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. 3 ജില്ലകളിലായി കിടക്കുന്ന മണ്ഡലത്തിൽ പലയിടങ്ങളിലും സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനക്കത്തും പോസ്റ്ററും എത്തിയിട്ടില്ലെന്ന പരാതി ഏതാണ്ട് പരിഹരിച്ചു കഴിഞ്ഞു. വീടുകൾ കയറിയുള്ള പ്രചാരണത്തിന് ദേശീയ നേതാക്കൾ തന്നെ നേതൃത്വം നൽകുന്നു. 16നോ 17നോ 2ാം ഘട്ട പ്രചാരണത്തിനായി എത്തുന്ന രാഹുൽ കൂടുതൽ റോഡ് ഷോകളിൽ പങ്കെടുക്കും. പ്രിയങ്കയും ഒരിക്കൽ കൂടി വയനാട്ടിൽ പ്രചാരണത്തിനെത്തും. And here the Congress party is having a very good alliance here. All of them, Muslim League and other parties, they are very helpful for us. And we are making a very comprehensive door-to-door canvas. That is the way we are looking at the election. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ പ്രചാരണത്തിലാണ് LDFും NDAയും. വരും ദിവസങ്ങളിൽ ഇരുമുന്നണികളും പൊതുയോഗങ്ങളും റാലികളും സംഘടിപ്പിക്കും. കാർഷിക വിഷയങ്ങളാണ് LDF പ്രചാരണത്തിന്റെ കുന്തമന. വ്യാഴാഴ്ച മുഖ്യമന്ത്രി മണ്ഡലത്തിലെത്തുന്നുണ്ട്. കാർഷിക പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ കർഷക പാർലമെന്റും സംഘടിപ്പിക്കുന്നു. നിരവധിയായ വിഷയങ്ങളുണ്ട്. കാർഷിക മേഖല ചവപ്പുറമാക്കി മാറ്റിയ 2ാം UPA ഗവൺമെന്റിന്റെ നയങ്ങൾ, ആസിയാൻ രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ കാർഷിക കരാറുകൾ, മതന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങളിൽ കോൺഗ്രസ് എടുക്കുന്ന ഇരട്ടത്താപ്പ്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയാൽ ഭൂരിപക്ഷ മതത്തെ പ്രീണിപ്പിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന ഹൈന്ദവ പ്രീണന നിലപാട്, കേരളത്തിൽ വരുമ്പോൾ ന്യൂനപക്ഷ പ്രീണന നിലപാടുകൾ സ്വീകരിക്കുന്നു. ഈ അവസരവാദപരമായ നിലപാടുകൾ എല്ലാം തന്നെ രാജ്യത്തെ ജനങ്ങൾക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. റോഡ് ഷോകളാണ് NDA സ്ഥാനാർത്ഥി തുഷാറിന്റെ പ്രചാരണത്തിലെ പ്രധാന ആകർഷണം. വികസന പ്രശ്നങ്ങളിൽ ശ്രദ്ധയൊന്നുന്നുവെന്ന് തുഷാർ വെള്ളാപ്പള്ളി. ഇന്ത്യയുടെ മുഴുവൻ മുദ്രാവാക്യം എന്ന് പറയുന്നത് വികസനം തന്നെയാണ്. വികസനമാണ് മോദി സർക്കാർ മുമ്പോട്ട് വെച്ചിട്ടുള്ളതും മോദി സർക്കാരിന്റെ അജണ്ടയും അത് തന്നെയാണ്. തുഷാറിന്റെ പ്രചാരണത്തിനായി കൂടുതൽ ദേശീയ നേതാക്കളും മണ്ഡലത്തിലെത്തും. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. എന്നാൽ രാഹുൽ കേവലമൊരു എതിർ സ്ഥാനാർത്ഥി മാത്രമാണെന്ന നിലപാടിൽ LDFും NDAയും. വയനാട്ടിൽ പോരാട്ടം കടുക്കുമെന്ന് ഉറപ്പ്. ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. പ്രചാരണങ്ങൾക്ക് താളമേകി കോൺഗ്രസിന്റെയും BJPയുടെയും തീം സോങ്ങുകൾ പുറത്തിറങ്ങി. അടുത്ത തവണയും മോദി എന്നാണ് BJPയുടെ പ്രധാന മുദ്രാവാക്യം. ഇനി നീതി യാഥാർത്ഥ്യമാകുമെന്നർത്ഥം വരുന്ന അബ് ഹോഗ ന്യായ് എന്ന മുദ്രാവാക്യമാണ് കോൺഗ്രസിന്റെ തീം സോങ്ങിലുള്ളത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടെ ലാലു പ്രസാദ് യാദവ് സജീവമാകാത്ത ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണിത്. എങ്കിലും ഇന്നലെ പുറത്തിറങ്ങിയ ആത്മകഥയിലൂടെ ലാലുവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും ചർച്ചയാവുകയാണ്. ആത്മകഥയിൽ അദ്വാനിയുടെ അറസ്റ്റും നിതീഷ് കുമാറിന്റെ നിലപാടുകളും തുറന്നു പറയുന്നുണ്ട് ലാലു പ്രസാദ് യാദവ്. ഗോപാൽഗഞ്ചിൽ നിന്ന് റൈസീനയിലേക്ക് രാജ്യത്തെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പല വഴിക്ക് ചിതറിയപ്പോൾ അതിലൊരു ധാരയെ അമരത്തുനിന്ന് നയിച്ച ലാലു പ്രസാദ് യാദവിന്റെ ആത്മകഥ.
പുസ്തകം പുറത്തിറങ്ങിയതോടെ അതിലെ തുറന്നു പറച്ചിലുകൾ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ വർത്തമാനങ്ങളാകും. ലാലു പ്രചാരണം നയിക്കാത്ത തെരഞ്ഞെടുപ്പിൽ ലാലു രാഷ്ട്രീയം പറയുന്നത് ആത്മകഥയിലൂടെയാണ്. രഥയാത്രയുടെ പേരിൽ LK അഡ്വാനിയുമായി നേരിൽ കൊമ്പുകോർത്തതും ഒടുവിൽ ആ രഥത്തെ സമസ്തിപൂരിൽ നാടകീയമായി കെട്ടിയിട്ടതും വിവരിക്കുന്നുണ്ട്. ശിഷ്യനും സ്നേഹിതനുമായിരുന്ന നിതീഷ് കുമാറിന്റെ നിലപാട് മാറ്റങ്ങളെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. നിലപാട് മാറ്റത്തിൽ മരങ്ങൾ ചാടുന്ന കുരങ്ങനോടും അധികാരക്കൊതിയിൽ കുർസി കുമാർ എന്നുമാണ് നിതീഷിന് ലാലുവിന്റെ വിശേഷണം. മഹാസഖ്യം വിട്ട് NDAയിലേക്ക് പോയ നിതീഷ് കഴിഞ്ഞ 6 മാസത്തിനിടെ 5 തവണ തിരിച്ചുവരാൻ ശ്രമം നടത്തിയെന്നും ലാലു തുറന്നു പറയുന്നുണ്ട്. ഇപ്പോൾ തമ്മിലടിക്കുന്ന ആൺമക്കൾ തേജ് പ്രതാപിനെയും തേജസ്വിയെയും കൃഷ്ണനും ബലരാമനുമായാണ് ലാലു താരതമ്യം ചെയ്യുന്നതെന്ന കൗതുകവുമുണ്ട്. പുസ്തകം ഔദ്യോഗിക പ്രകാശനമില്ലാതെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ പുറത്തിറങ്ങി. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.